ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 26, 2026 പാരീസിൽ നടന്ന 51ാമത് സീസർ ഫിലിം അവാർഡിന്റെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ട ജിം ക്യാരിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ജിം ക്യാരിയെ നമുക്കറിയാം, ഒരുപാട് സിനിമകളിലൂടെ ആ മുഖം നമുക്ക് പരിചിതമാണ്. പ്രത്യേകിച്ച് ദ മാസ്ക്, ദ ഗ്രിഞ്ച്, ബ്രൂസ് ആൾമൈറ്റി തുടങ്ങിയ ഒരുപാട് സിനിമകളിലൂടെ. ഈ വർഷത്തെ ഓണററി അവാർഡ് നേടിയ ജിം ക്യാരി ഫ്രഞ്ച് ഭാഷയിൽ ഒരു പ്രസംഗവും കാഴ്ചവെച്ചിരുന്നു. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഇതാരാണ് എന്നായിരുന്നു ഓരോ പ്രേക്ഷകനും ചിന്തിച്ചത്. കാഴ്ചയിലും ശബ്ദത്തിലും രീതിയിലും ഭാഷയിലുമെല്ലാം തീരെ പരിചിതമല്ലാത്ത ഒരു രൂപത്തെയാണ് എല്ലാവരും കണ്ടത്. എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിം ക്യാരിയെയാണ് എന്നറിഞ്ഞപ്പോൾ ശരിക്കും ഒരു ഞെട്ടലാണ് ഉണ്ടായത്. കമന്റ് ബോക്സുകളിലെല്ലാം എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. പ്രോഗ്രാമിന് ശേഷം അദ്ദേഹം ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. ആ ഇന്റർവ്യൂ കണ്ടവരെല്ലാവരും പറയുന്നത് ഇത് ജിം ക്യാരി ആണോ അതോ കിയാനു റീവ്സ് ആണോ എന്നാണ്. ആളുകൾ ഇങ്ങനെ മാറുമോ അതോ ആള് തന്നെ മാറിയതായിരിക്കുമോ? അതെ, സംശയം അത് തന്നെയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിം ക്യാരിയെയാണോ അതോ ഇത് ജിം ക്യാരിയുടെ ക്ലോൺ ആണോ എന്ന്. ക്ലോണിനെ കുറിച്ചും ബോഡി ഡബിളിനെ കുറിച്ചും എല്ലാം വിശദീകരിച്ചൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതിനെ വിശകലനം ചെയ്യുന്നത് കോൺസ്പിറസി തിയറിസ്റ്റുകളല്ല, സാധാരണ ജനങ്ങൾ തന്നെയാണ്. ജിം ക്യാരിയുടെ കൃഷ്ണമണിയുടെ നിറം മുതൽ മുഖത്തെ പേശികളുടെ ചലനങ്ങൾ വരെ അവർ നിരീക്ഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. യഥാർത്ഥ ജിം ക്യാരിക്ക് പകരം വന്നിരിക്കുന്നത് ഒരു ക്ലോണാണ് എന്നും നമ്മൾ സ്നേഹിച്ച ജിം ക്യാരി വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട് എന്നും. ജിം ക്യാരി മാത്രമല്ല, സലീന ഗോമസ്, ആവ്രിൽ ലാവിനെ, കന്യ വെസ്റ്റ് എന്നിങ്ങനെ പലരും ഒരു സുപ്രഭാതത്തിൽ കാണാതായവരും പിന്നീട് മറ്റൊരാളായി തിരിച്ചു വന്നവരുമാണ്. കഥകൾ മെനയാൻ ആർക്കാണ് സാധിക്കാത്തത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക? ഇതിൽ വിശ്വസിക്കുന്നവർ കൊണ്ടുവരുന്ന തെളിവുകളെ എതിർത്ത് നമുക്കൊരു മറുപടി പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം എന്നതിനേക്കാൾ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്നതാവും അപ്പോൾ എളുപ്പം. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതോടൊപ്പം ബോഡി ഡബിൾ എന്ന കോൺസ്പിറസി തിയറിയിൽ കുരുങ്ങിക്കിടക്കുന്ന ചിലരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന അവരൊക്കെ ഒറിജിനൽ ആണോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ? കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഒരാൾക്ക് മാറ്റം സംഭവിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ ഓരോ ഫീച്ചേഴ്സും ഒരു വ്യക്തി തന്നെ മാറണമെങ്കിൽ അയാൾ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. അതായത് ഈ പ്ലാസ്റ്റിക് സർജറിയൊക്കെ പോലെ. ഇവിടെ ജിം ക്യാരി എന്ന വ്യക്തിക്കാണ് അവാർഡ് ലഭിച്ചത് എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ ഒരു അവാർഡ് സ്വീകരിക്കുമ്പോൾ അത് ജിം ക്യാരിയാണ് എന്ന് നമ്മൾ കരുതിയത്. എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തെ പുറത്തു വെച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ വലിയ ശതമാനം ആളുകളും കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ജിം ക്യാരിയുടെ വിദൂര സാദൃശ്യമുള്ള ഏതോ ഒരു വ്യക്തി എന്ന് പോലും നിങ്ങൾ കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൃഷ്ണമണികളുടെ നിറം, പുരികങ്ങൾ, കൺപോളകളിലെ തടുപ്പ്, കവിൾ, മൂക്കിൻ്റെ ആകൃതി എന്നിങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ ജിം ക്യാരിക്ക് സ്വന്തം ഫീച്ചേഴ്സ് തന്നെ നഷ്ടമായതായി അവർ പറയുന്നു. എന്നാൽ 2024 പുറത്തിറങ്ങിയ ഒരു യൂട്യൂബ് വീഡിയോ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ആണ്. അതിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ജിം ക്യാരിയെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനും മാസങ്ങൾക്കിപ്പുറം, ഇപ്പോൾ 2026 തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഈ ചെറിയ കാലയളവിൽ തന്നെ ഇത്ര വലിയ മാറ്റം ജിം ക്യാരിക്ക് എങ്ങനെ സംഭവിച്ചു എന്നതാണ് ആളുകളെ അമ്പരപ്പെടുത്തുന്നത്. 2025 തുടക്കത്തിൽ റോക്ക് ആൻഡ് റോൾ ഹാൾ ഓഫ് ഫെയിം എന്ന ചാനലിലും ജിം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്ന് കാണുന്നതിനോട് സാമ്യം തോന്നുന്ന രീതിയിൽ വലിയ മാറ്റത്തോടെയാണ് അന്നും ജിം പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഈ മാറ്റത്തിന് ഒരു വർഷം പോലും ഇടവേളയില്ല എന്ന്. 2024 ഡിസംബറിലാണ് ടിഫ് എന്ന ചാനലിൽ നമ്മൾ കണ്ട മെലിഞ്ഞ ജിം ക്യാരി വന്നത് എങ്കിൽ റോക്ക് ആൻഡ് റോൾ ഹാൾ ഓഫ് ഫെയിം എന്ന പ്രോഗ്രാമിൽ ജിം വന്നത് 2025 നവംബർ 8 കഷ്ടിച്ച് ഒരു വർഷത്തിന് താഴെ. വെറും 10 മാസത്തിന് താഴെ സമയം കൊണ്ട് ഒരാൾക്ക് ഇത്രത്തോളം മാറ്റം സംഭവിക്കുമോ? അതുകൊണ്ട് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിം ക്യാരിയെ അല്ല,
ജിം ക്യാരി എന്ന പേരിൽ അവകാശപ്പെടുന്ന മറ്റൊരു വ്യക്തിയെയാണ് എന്ന്. അവരങ്ങനെ വിശ്വസിക്കാനും ചില കാരണങ്ങളുണ്ട്. ഈ ക്ലോണിംഗ് അഥവാ ബോഡി ഡബിൾ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്ന കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത് റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് തിയറിയാണ്. അതായത് ഭൂമിയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശസ്തരായ പല സെലിബ്രിറ്റികളും മനുഷ്യരല്ല എന്നും അവർ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകളാണ് എന്നും പറയുന്ന ഒരു വിശ്വാസം. അതായത് അവർക്ക് രൂപം മാറാനും മറ്റുള്ളവരെ പോലെ പെരുമാറാനും സാധിക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസം. റെപ്റ്റീലിയൻ സിദ്ധാന്തത്തിൽ പറയപ്പെടുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ നമുക്ക് ചുറ്റുമുണ്ട്. ക്വീൻ എലിസബത്ത്, ജോർജ് ഡബ്ല്യു ബുഷ്, ബറാക് ഒബാമ തുടങ്ങി ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടറായ മാർക്ക് സുക്കർബർഗ് പോലും ഈ ലിസ്റ്റിൽ പെടുന്നുണ്ട്. ഇംഗ്ലീഷ് കോൺസ്പിറസി തിയറിസ്റ്റും എഴുത്തുകാരനുമായ ഡേവിഡ് ഐക്കാണ് ഇങ്ങനൊരു ഐഡിയോളജി പ്രശസ്തമാക്കിയിട്ടുള്ളത്. ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടനയുണ്ട്. അതാണ് ഇലുമിനാറ്റി എന്നും ഈ മനുഷ്യരാശിയുടെ ഓരോ നീക്കവും തീരുമാനിക്കുന്നത് ഇലുമിനാറ്റിയാണ് എന്നും അദ്ദേഹം പറയുന്നു. ഈ രഹസ്യ സംഘടനയെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ സമൂഹത്തിൽ നിന്നും പാടെ തുടച്ചു നീക്കുകയും അവരുടെ ഐഡന്റിറ്റിയിൽ ഒരു റെപ്റ്റീലിയൻ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി പറയുന്ന മറ്റൊരു കോൺസെപ്റ്റാണ് ബോഡി ഡബിൾ കോൺസെപ്റ്റ്. അതായത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളുടെ രൂപത്തിൽ മറ്റൊരു ബോഡി സൃഷ്ടിക്കുക. അത് ജീവിക്കുന്നത് ഒന്നുകിൽ നമ്മളോടൊപ്പം തന്നെയായിരിക്കും, അതല്ല എങ്കിൽ മറ്റൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി താൽക്കാലികമായി മറ്റൊരിടത്തായിരിക്കും. ഈ ഒരു കോൺസ്പിറസി തിയറിയോട് ചേർത്ത് പറയുന്ന ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ പറയപ്പെടുന്ന പേരുകൾ: അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുടിൻ, ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു, പിന്നെ നമ്മുടെ സ്വന്തം പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ യഥാർത്ഥ വ്യക്തിക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ബോഡി ഡബിൾ ഉപയോഗിക്കുന്നത് എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ ബോഡി ഡബിൾ എന്ന് പറയുന്ന ഈ ഒരു വാക്കുള്ളത് കൊണ്ട് ഒരേ മുഖമുള്ള 2 പേർ മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതരുത്. ഒരേ മുഖവും വ്യത്യസ്തമായ ഫീച്ചേഴ്സുമുള്ള 10ഓ 15ഓ പേരെ കണ്ടവരുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു സാധാരണ ആക്ടറായ ജിം ക്യാരിയെ എന്തിനാണ് ക്ലോൺ ചെയ്തത്? ഇതേക്കുറിച്ച് വലിയ വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് അതേക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരമുണ്ട്. അവർ പറയുന്നു, 2014 ജിം ക്യാരിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇലുമിനാറ്റി എന്ന് പറയുന്ന രഹസ്യ സംഘടനയെ തള്ളിപ്പറയുന്നുണ്ട്, അതിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഓൾ സീയിങ് ഐ എന്ന് പറയുന്ന ചിഹ്നത്തെ, ഇലുമിനാറ്റിയുടെ ചിഹ്നത്തെ ഓൾ മോക്കിംഗ് ടങ് എന്ന പേരിൽ അപഹസിക്കുന്നതായും നമുക്ക് കാണാം. അതിൻ്റെ പേരിൽ ഇലുമിനാറ്റി എന്ന രഹസ്യ സംഘടന അദ്ദേഹത്തെ ഇല്ലാതാക്കിയെന്നും അതിന് പകരം സൃഷ്ടിച്ചെടുത്ത ഒരു ക്ലോണാണ് 2026 ഫെബ്രുവരി 26 നമ്മൾ കണ്ട രൂപമെന്നും അവർ പറയുന്നു. എന്നാൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇലുമിനാറ്റിയെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇലുമിനാറ്റിയെക്കുറിച്ച് ഇല്ലാത്ത എന്തെങ്കിലും പറയുന്നു എന്ന രീതിയിൽ എനിക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കിയതിന് പേരിൽ ആ ഒരു രഹസ്യ സംഘടനയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇലുമിനാറ്റിയെ താൽക്കാലികമായി നമുക്കൊന്ന് മാറ്റി നിർത്താം. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ ശതമാനം ആളുകൾ പറയുന്നത് ജിം ക്യാരിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിൽ ജെഫ്രി എപ്സ്റ്റീൻ ആണ് എന്നതാണ്. കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീണ്ടും എപ്സ്റ്റീൻ ഫയൽസിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഹോളിവുഡിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാരണം ജിം ക്യാരി ഹോളിവുഡിൽ നിന്നും ഒരു വലിയ ഇടവേള എടുത്തിരുന്നു എന്ന്. ഹോളിവുഡിൽ നടക്കുന്ന ചില രഹസ്യ പ്രവർത്തികൾ അദ്ദേഹം കണ്ടു എന്നും അത് മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കാൻ വേണ്ടി, എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണല്ലോ ജിം ക്യാരി, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് അദ്ദേഹം അത് തുറന്നു പറയാതിരിക്കാൻ വേണ്ടി ജെഫ്രി എപ്സ്റ്റീൻ തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണ് എന്നും ജനങ്ങൾ ജിം ക്യാരിയെക്കുറിച്ച് ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു രൂപത്തിൽ ജിം ക്യാരിയുടെ ഒരു ക്ലോണിനെ സൃഷ്ടിച്ചതാണ് എന്നും സോഷ്യൽ മീഡിയ പറയുന്നു. എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ChatGPTയോട് തന്നെ ചോദിച്ചു നോക്കാം. ജിം ക്യാരി എന്ന മനുഷ്യനെ നമ്മൾ അറിയുന്നത് ദ മാസ്ക് എന്ന സിനിമയിലൂടെയാണ്. എങ്കിലും അതല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. ദ മാസ്കും എയ്സ് വെഞ്ചുറിയും എല്ലാം 1994 പുറത്തിറങ്ങിയ സിനിമകളാണ്. എന്നാൽ 1980 മുതൽ ജിം ക്യാരി സിനിമകൾ ചെയ്യുന്നുണ്ട്. 90കളിൽ 8 സിനിമകളും 2000 മുതൽ 2010 വരെ 8 സിനിമകളും 2010 മുതൽ 2020 വരെ 4 സിനിമകളും 2020 മുതൽ 2024 വരെ 3 സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ 34 വർഷങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഹോളിവുഡ് നടൻ ജിം ക്യാരി തന്നെയായിരിക്കും. എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ പറയുന്നു അദ്ദേഹം ഹോളിവുഡിൽ നിന്നും ഒരു വലിയ ഇടവേള എടുത്തു എന്ന്? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാദം വെറും കള്ളമാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജിം ക്യാരി യഥാർത്ഥ ജിം ക്യാരി അല്ല. അത് യഥാർത്ഥ ജിം ക്യാരിയുടെ വെറും ഒരു ബോഡി ഡബിൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നത് ഒരു വലിയ ശതമാനം ആളുകളാണ്. അവർ പറയുന്നതനുസരിച്ച് യഥാർത്ഥ ജിം ക്യാരി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മുഖഛായ മാത്രമുള്ള, അങ്ങനെ പോലും പറയാൻ സാധിക്കില്ല, അദ്ദേഹത്തിൻ്റെ മുഖഛായയോട് ഏതാണ്ട് സാദൃശ്യമുള്ള ഒരു പാവ മാത്രമാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ജിം ക്യാരിയുടെ മരണത്തിന് പിന്നിൽ ആരായിരിക്കും? 2014 അദ്ദേഹം നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എക്സ്പോസ് ചെയ്ത ഇലുമിനാറ്റിയാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിനുള്ള തെളിവുകളുണ്ടോ? ഇല്ല. മറ്റൊന്ന് ഹോളിവുഡിലെ ചില എലീറ്റ്സ് ആണ്. അതായത് ഹോളിവുഡിൽ നടന്ന ചില വിഷയങ്ങൾ, കാണാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ ജിം ക്യാരി കണ്ടു, അതുകൊണ്ട് അവർ ജിം ക്യാരിയെ ഇല്ലാതാക്കി. പക്ഷേ അതിനുള്ള തെളിവുണ്ടോ? ഇല്ല. പക്ഷെ തെളിവുള്ള ഒന്നുണ്ട്. ആ തെളിവ് ഒരു ചോദ്യം മാത്രമാണ്. 2026 ഫെബ്രുവരി 26 വരെ ഇടത് കയ്യനായിരുന്ന ജിം ക്യാരി എങ്ങനെയാണ് അന്നേ ദിവസം 51ാമത് സീസർ ഫിലിം അവാർഡിൽ വലത് കൈകൊണ്ട് ഓട്ടോഗ്രാഫ് കൊടുത്തത്? ശരിയാണ്, അന്ന് ആ ഇവന്റിൽ പങ്കെടുത്ത പലർക്കും അദ്ദേഹം വലത് കൈകൊണ്ടാണ് ഓട്ടോഗ്രാഫ് നൽകിയത്. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ChatGPTയോടോ ജെമിനിയോടോ ജിം ക്യാരിയെ കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ കാണാൻ കഴിയും അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്ന്. പക്ഷേ ഇപ്പോൾ മാത്രം അദ്ദേഹം റൈറ്റ് ഹാൻഡറായി ഓട്ടോഗ്രാഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നില്ലേ? എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് കണ്ടുപരിചയമുള്ള അതേ ജിം ക്യാരി വലത് കൈകൊണ്ട് പണ്ടും ഓട്ടോഗ്രാഫ് കൊടുക്കുന്നുണ്ട്. ഇത് 2017 പബ്ലിക്കായി തൻ്റെ വലത് കൈകൊണ്ട് അദ്ദേഹം ഓട്ടോഗ്രാഫ് കൊടുക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഗൂഗിളിന് തെറ്റിയോ? അതോ ChatGPTക്കോ ജെമിനിക്കോ തെറ്റിയോ? ശരിക്കും ആർക്കും തെറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ ജിം ക്യാരി ഇടത് കൈയ്യൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നത് വലത് കൈ ഉപയോഗിച്ചിട്ടാണ്. വലത് കൈയാണ് ഓട്ടോഗ്രാഫ് കൊടുക്കാൻ നല്ലത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടാവും. അതുമാത്രമല്ല, ചില ആരാധകർ പറയുന്ന അനുസരിച്ച് അദ്ദേഹം ഫൺ എന്ന രീതിയിൽ 2 കൈകൊണ്ടും ഓട്ടോഗ്രാഫ് കൊടുക്കാറുണ്ടായിരുന്നു എന്നതാണ്. 2 കൈകൊണ്ടും ഒരേ സമയം ഓട്ടോഗ്രാഫ് കൊടുക്കുന്നത് രജനീകാന്ത് മാത്രമല്ല, പലപ്പോഴും തൻ്റെ ആരാധകർക്ക് 2 കൈകൊണ്ടും ഒരേ സമയം ജിം ക്യാരി ഓട്ടോഗ്രാഫ് കൊടുത്തതായി പല ആരാധകരും പറയുന്നു. മറ്റൊരു വാദം ജിം ക്യാരിയുടെ കൃഷ്ണമണിയുടെ നിറമാണ്. അത് യഥാർത്ഥത്തിൽ ബ്രൗൺ നിറമാണ് എന്ന് പല ചിത്രങ്ങളിലൂടെയും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഫെബ്രുവരി 26 വന്ന ജിം ക്യാരിക്ക് അല്ല, ജിം ക്യാരിയുടെ ബോഡി ഡബിളിൻ്റെ കൃഷ്ണമണിയുടെ നിറം പച്ചയായിരുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥ ജിം ക്യാരി അല്ല ഇവിടെ വന്നത് എന്നല്ലേ? അതൊരിക്കലും കോണ്ടാക്ട് ലെൻസ് ആയിരുന്നില്ല. രണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ കണ്ണുകളാണ്. ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും ജിം ക്യാരിയുടെ കണ്ണിൻ്റെ നിറം യഥാർത്ഥത്തിൽ ബ്രൗൺ അല്ല എന്നും അത് പച്ച തന്നെയാണ് എന്നും. ഇവിടെ സംഭവിച്ചത് ഹെയ്സൽ ഫിനോമിനൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് മെലനിൻ്റെ കുറവ് കാരണം പച്ച നിറമുള്ള പലരുടെയും കണ്ണ് പലപ്പോഴും ബ്രൗൺ ആയി മാറുന്ന ഒരു പ്രതിഭാസം. മെലനിൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ചില വേരിയേഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് പ്യൂപ്പിളിനോട് ചേർന്ന് മെലനിൻ കൂടുമ്പോൾ അത് ബ്രൗൺ നിറമാവുകയും മെലനിൻ കുറയുമ്പോൾ അത് പച്ച നിറമാവുകയും ചെയ്യുന്നു. ബ്രൗൺ നിറത്തിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അതിന് ചുറ്റും ഒരു പച്ച നിറം നമുക്ക് കാണാനും സാധിക്കും. 2015 കൂടി അദ്ദേഹം സിനിമ ചെയ്യുന്നത് കുറഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിനു പിന്നിൽ ഈ പറയുന്ന കഥകളൊന്നുമല്ല. അതിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ കത്രിയോണ വൈറ്റിൻ്റെ മരണമായിരുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കുസൃതി കുറഞ്ഞതായും അദ്ദേഹം വളരെ സീരിയസ് ആയും സ്പിരിച്വലായും മാറിയെന്നും പലരും പറയുന്നു. ആ കാലത്ത് അദ്ദേഹത്തെ ഡിപ്രഷൻ ബാധിച്ചിരുന്നതായി പറയപ്പെടുന്നു. 2017 മുതൽ 2019 വരെ അദ്ദേഹം നൽകിയ പല ഇൻ്റർവ്യൂകളിലും നമ്മെ ചിരിപ്പിക്കുന്ന ജിം ക്യാരിയെ നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം പലപ്പോഴും ഹൈ ഡോസ് ഡിപ്രഷൻ്റെ മരുന്നുകൾ കഴിച്ചതായും പറയപ്പെടുന്നുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ചിത്രകലയിലായിരുന്നു. ജിം ക്യാരി ഒരു ചിത്രകാരനാണ് എന്നത് പലർക്കും പുതിയൊരു അറിവായിരിക്കും.
ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ഒരു വ്യക്തിയുടെ ശരീരഘടനയെ തന്നെ മാറ്റിമറിക്കാമെന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. മാനസികമായ സന്തോഷമില്ലായ്മയും പ്രായവും ഒരുപക്ഷെ രൂപം തന്നെ മാറ്റിമറിച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ എനിക്ക് തോന്നിയത് പ്രായത്തിൻ്റെതായ ഏജിങ് ഇൻഫ്ലമേഷനാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് ജുമാൻജി ഫെയിം റോബിൻ വില്യംസ്, മാഡ് മാക്സ് ഫെയിം മെൽ ഗിബ്സൺ, ദ മമ്മി ഫെയിം ബ്രണ്ടൻ ഫ്രേസർ. ഇവരെല്ലാം ഇങ്ങനെ രൂപത്തിൽ മാറ്റം സംഭവിച്ചവരാണ്. ഇവർക്കൊക്കെ രൂപമാറ്റം വരാൻ കാരണം ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഉറപ്പുള്ളൊരു കാര്യം, ഇവരൊന്നും ബോഡി ഡബിൾ അല്ല എന്നതാണ്. മാറ്റം എല്ലാ മനുഷ്യനും സംഭവിക്കുന്നതാണ്. അല്ല, മാറ്റം എന്ന വാക്കിനൊഴികെ എല്ലാത്തിനും മാറ്റം സംഭവിക്കുന്നതാണ്. ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊരിക്കലും നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്നതാവരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.